വായിലേക്ക് എടുത്തു വെച്ച ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാതെ എന്റെ മോളെ എനിക്ക് എഴുന്നേപ്പിച്ച് വിടേണ്ടി വന്നല്ലോ ഭഗവാനെ. അമ്പലത്തിൽ പോയി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വിശന്ന് വലഞ്ഞു വന്ന എന്റെ കുഞ്ഞിന് ഉപവാസം മുറിക്കാൻ ഒരു നുള്ള ആഹാരം പോലും കഴിക്കാൻ സമ്മതിക്കാത്ത എന്നോട് ദൈവം പൊറുക്കില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് വലിയ അമ്മായിയമ്മ ചമഞ്ഞ് എന്നെ കഴിക്കാൻ അനുവദിക്കാതെ എഴുന്നേൽപ്പിച്ചു വിട്ടിട്ട് എന്തിനാ ഇവിടെ വന്നു നിന്ന് കരയുന്നത്? ഒരു കാര്യം ചോദിക്കാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എനിക്ക് കഴിക്കാൻ അനുവാദമുള്ളൊരു സമയം അറിയിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് കഴിക്കാമായിരുന്നു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി വെച്ചതിന് ശേഷമാണോ ഞാൻ കഴിക്കേണ്ടത്? അതോ വിശപ്പൊക്കെ പോയി കഴിഞ്ഞിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? എന്തിനാ നിധി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇത് ഞാൻ അമ്മയോട് ചോദിച്ചതല്ല. എനിക്ക് ഭക്ഷണം തരാൻ പാടില്ല എന്ന് അമ്മയോട് പറഞ്ഞ ഒരാളില്ലേ, ആ ആളിനോട്. ശിവാനിയോടെന്ന അനുവാദവും എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം ഒന്ന് ചോദിച്ചിട്ട് വന്നാൽ നന്നായിരുന്നു. ശിവാനി അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്തിനാ അമ്മ കള്ളം പറയുന്നത്? കഴിക്കാനായി എടുത്തു വെച്ച ഭക്ഷണത്തില് ഒരു പിടി ഞാൻ ബാക്കി വെച്ച എന്നെ അവിടെ ഇരുത്തി നിർബന്ധിച്ച് അതുകൂടി കഴിപ്പിച്ചിട്ട് മാത്രം എഴുന്നേൽക്കാൻ അനുവദിക്കുന്ന അമ്മ എന്റെ വായിലേക്ക് എടുത്തു വെച്ച ഭക്ഷണം തട്ടിത്തെറിപ്പിക്കുമ്പോ അത് സ്വയം ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കണോ? ദേഹം മാത്രമേ അമ്മയുടേതായിട്ടുള്ളൂ. ഇതിലിപ്പോ പ്രവർത്തിക്കുന്നത് ശിവാനിയാ. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയോട് ഒരു ദേഷ്യമില്ല.